എത്രയെത്ര ഹദീസുകളാ മടവൂരികൾ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് തള്ളിക്കളഞ്ഞത്. ഇയാൾ പറയാം ബുദ്ധിക്കെതിരായ ഹദീസ് തള്ളാൻ വേണ്ടി ഇയാൾ എന്തെല്ലാം കള്ളത്തരം കാണിച്ചു തരുമോ? ബുദ്ധിക്കെതിരായി തോന്നുന്ന എല്ലാ ഹദീസുകളും തള്ളിക്കളയണമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് എന്തു പറയുന്നു? ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ ഗ്രൂപ്പ് യോഗങ്ങൾ ഇവർ സംഘടിപ്പിക്കുക, പണ്ഡിത ചർച്ച സംഘടിപ്പിക്കുക, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവർ അവരുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക. ഇതിനൊക്കെ മുമ്പ് ആണ് ഞാൻ ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം എഴുതിയിട്ടുള്ളൂ. എൻ്റെ പരിഭാഷ വായിക്കുക. പരിഭാഷയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, അതായത് പരിഭാഷയിൽ ഞാൻ ഈ വിഷയം ഉദ്ധരിച്ച് എൻ്റെ അഭിപ്രായം ഒന്നും ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. പരിഭാഷൻ്റെ മുഖപുരയിൽ ഇതാ പരിഭാഷയിൽ ഞാൻ എഴുതിയത്. 1. ഇമാം സുയൂത്തി തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ തദ്രീബിൽ ഇമാം ഇബ്നു ജൗസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഒരു ഹദീസ് ബുദ്ധിക്കോ അല്ലെങ്കിൽ പൊതുവായി ഉദ്ധരിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ അടിസ്ഥാന തത്വത്തിനോ എതിരായി നീ കണ്ടാൽ ആ ഹദീസ് മനുഷ്യ നിർമ്മിതമാണെന്ന് നീ മനസ്സിലാക്കുക എന്ന് ഒരാൾ പറഞ്ഞത് വളരെ നല്ലതായിരിക്കുന്നു. തദ്രീബ് വാള്യം 1 പേജ് 327. ഹദീസിന്റെ നിരൂപകന്മാരിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഇമാം ജൗസിയും ഈ അഭിപ്രായത്തെ സുയൂത്തി ഇവിടെ 100% അംഗീകരിക്കുന്നു. ഇബ്നു കസീർ തന്റെ അൽ ബായിസ് എന്ന ഗ്രന്ഥത്തിലും ഇതുപോലെ പദത്തിൽ പോലും വ്യത്യാസമില്ലാതെ പറയുന്നു. അൽ ബായിസ് പേജ് 78. ഇബ്നു അസീർ എഴുതുന്നു, ബുദ്ധിക്ക് എതിരായ ഹദീസ് നബി പറഞ്ഞതല്ലെന്ന് തെളിവ് പിടിക്കപ്പെടും. ജാമിൽ ഉസൂൽ പേജ് 157. ഇബ്നു ഹജർ എഴുതുന്നു, അതിന്റെ മത്തിനൊക്കെ അറബിയൊക്കെ ഉദ്ധരിച്ചിരിക്കണം കേട്ടോ, സമയമില്ലാത്തത് കൊണ്ടാണ്. ഹദീസിൽ പറയപ്പെടുന്ന സംഗതി ഖുർആനിന്റെ ഗണ്യതമായ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ മുതവാത്തിറായ ഹദീസിനോ അല്ലെങ്കിൽ ഗണ്യതമായ ഹിജ്മായിനോ അല്ലെങ്കിൽ വ്യക്തമായ ബുദ്ധിക്കോ എതിരായാൽ അത് മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് നുഖ്ബത്തുൽ ഫിഖർ പേജ് 55. ഹദീസ് പരിശോധന വിദഗ്ധന്മാരിൽ പ്രമുഖനായ ഇമാം ഇബ്നു ജൗസി എഴുതുന്നു, ബുദ്ധിക്കോ ഖുർആന് മൗലികമായ സിദ്ധാന്തങ്ങൾക്കോ വിരുദ്ധമായി കാണുന്ന സർവ്വ ഹദീസുകളും വേദനിർമ്മിതമാണെന്ന് നീ ധരിച്ചുകൊള്ളുക. അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ റാവികളെക്കുറിച്ച് അന്വേഷിക്കുവാൻ മിനക്കെടേണ്ടതില്ല. ഇത് ഞാനൊക്കെ പണ്ഡിതന്മാരെ അഭിപ്രായങ്ങൾ മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ഇതാ സഹീഹ് മുസ്ലിമിൻ്റെ പരിഭാഷയാണ്. ഇതിൻ്റെ എഡിറ്റോർ ബോർഡിലെ ആളുകൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എഡിറ്റോർ ബോർഡ് അംഗങ്ങൾ: കെ അബൂബക്കർ സലഫി, സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കെ സക്കരിയ സലാഹി, NV സക്കരിയ സലഫി. ഇവരൊക്കെ കൂടി മുസ്ലിമിന് പരിഭാഷ എഴുതിയതാ. ഇത് നോക്കുമ്പോൾ പറയാം. ആശയപരമായ വൈകല്യം: ഇസ്ലാമിക നിയമസംഹിതകളെല്ലാം തന്നെ ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണ്. മനസ്സിലാക്കണം കേട്ടോ, ഞാൻ ഒരിക്കലും ഇങ്ങനെ എഴുതിയിട്ടില്ല. പറഞ്ഞ ഇസ്ലാമിക നിയമസംഹിതകളെല്ലാം തന്നെ ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണ്. അതിനെതിരായി പറയപ്പെടുന്ന വചനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഉദാഹരണമായി നൂഹ് നബിയുടെ കപ്പൽ കഅബയിൽ 7 പ്രാവശ്യം പ്രദക്ഷിണം നടത്തിയ ശേഷം 2 റകഅത്ത് നമസ്കരിച്ചു എന്ന് ഒരു വേദവചനം നബിയുടെ മേൽ ആർപ്പിക്കപ്പെട്ടു കാണാം. എന്നാൽ ഈ വാക്ക് വേദമാണെന്ന് നിദാനശാസ്ത്ര പണ്ഡിതന്മാർ കേട്ട മാത്രയിൽ തന്നെ വിധിച്ചു. ഇതിൽ എത്രത്തോളം ഇസ്ലാമിലെ മുഴുവൻ നിയമ സംഹിതകളും ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണെന്ന്, അതിനെതിരായി കാണൊക്കെ ദുർബലമാണെന്ന് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇദ്ദേഹത്തിന്റെ സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിലും ഇതേ മാതിരി തന്നെ ഒരു വ്യത്യാസമില്ലാതെ എഴുതുന്നതാണ്. അതായത് ബുദ്ധിക്ക് എതിരാകുന്ന ഇസ്ലാമിക നിയമസംഹിതകൾ മുഴുവനും ബുദ്ധിക്ക് യോജിച്ചതാണ്. അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ മുഴുവനും അത് നിർമ്മിതമാണ്, തട്ടണമെന്ന് ഈ പുസ്തകത്തിലും അതേ ഒരു പദത്തിൽ വരെ വ്യത്യാസമില്ലാതെ ഇതാണ്. എന്നാൽ എൻ്റെ പുസ്തകമാണ് ഇത്. ഹദീസ് 2 പ്രമാണമോ? ഇത് ചേകൂരെതിരെ, കാരണം ചേകൂര് 10-15 ഗ്രന്ഥങ്ങൾ ഹദീസിന് ഇസ്ലാം വിമർശിച്ചു. അദ്ദേഹം വെല്ലുവിളിച്ച് എൻ്റെ ഗ്രന്ഥത്തിന് മറുപടി ഇടാൻ തയ്യാറെന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തെ തട്ടിക്കൊടിച്ച് പോയി ദുഷ്ടന്മാർ വയ്ക്കുന്നത് വരെ ഒരു ലഘുലേഖ വരെ ഇവരാൾ എതിർത്തിട്ട് എഴുതിയിട്ടില്ല. അതേസമയം ഞാൻ അദ്ദേഹത്തിന് ചേങ്ങരൂരിന് സുവിത്ത മറുപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം തന്നെ യാചിച്ച് പലരും കട വാങ്ങിയിട്ട് ഞാൻ തന്നെ ഒരു പുസ്തകം രചിക്കുക ചെയ്തത്. അതുപോലെ തന്നെ KNM ഹദീസിന്റെ പ്രാമാണികത എടുക്കാൻ വേണ്ടി എൻ്റെ എന്താ ഹദീസ് പ്രമാണമോ 2ാം പ്രമാണമോ എന്ന ഇതാണ്. ഇതിൽ 64ാം പേജിൽ ഞാൻ എഴുതി പ്രത്യേകം വായിച്ച് കേൾപ്പിച്ച് തരാം. ഞാൻ എന്താ എഴുതിയത്.
ആദ്യം ഈ ബുദ്ധിക്കെതിരായ ഈ പറഞ്ഞ എന്റെ ബുഖാരിയുടെ മുഖദ്ദിമ പറഞ്ഞൊക്കെ ഈ കേനം എഴുതിയ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ബുഖാരിയുടെ മുഖദ്ദിമ ഇബ്നു പറഞ്ഞൊക്കെ വായിച്ചു കളിച്ചാൽ അതൊക്കെ എല്ലാം അറബി മൂല്യത്തോടുകൂടി ഈ ഗ്രന്ഥത്തിലും കേനം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ എഴുതുക. എന്നിട്ട് അവസാനം ഞാൻ നോക്കൂ, മനുഷ്യബുദ്ധി ആപേക്ഷികമാണ്. അതിനാൽ ഒരാളുടെ ബുദ്ധിക്ക് എതിരായി എന്ന കാരണത്താൽ ഇങ്ങനെ സഹിയായ പരവയിലൂടെ ഉദ്ധരിച്ച ഹദീസുകളെ തള്ളുക എന്നത് ശരിയല്ല. ലോകത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് അപകാരം പ്രവർത്തിക്കുകയുമില്ല. മറ്റുള്ളവരോട് അന്വേഷിച്ച് നോക്കണം. പരലോകത്ത് ഭയപ്പെടുന്ന ഒരു മനുഷ്യനും അപ്രകാരം പ്രവർത്തിക്കുകയുമില്ല. മറ്റുള്ളവരോട് അന്വേഷിച്ച് ബുദ്ധിക്ക് എതിരാവുക എന്ന അവസ്ഥയും ഖുർആന് എതിരാവുക എന്ന അവസ്ഥയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക. തന്റെ പരിശ്രമം പരാജയപ്പെടുകയും മനസ്സ് ശുദ്ധമാണെന്ന് ഉറപ്പ് നമ്മെ സംബന്ധിച്ചുണ്ടാവുകയും ചെയ്താൽ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിനെ വർജിക്കാം. എങ്കിലും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് അനുയോജ്യവും അതിൽ പറഞ്ഞത് പ്രവർത്തിക്കാതെ നിർത്തിവെക്കുക എന്നതാണ്. അതായത് അത്തരം ഹദീസ് ഉദ്ധരിച്ച് ഹദീസ് പണ്ഡിതന്മാരെ കുതിര കയറാതെ തന്റെ പ്രവർത്തനത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്തിയാൽ മതി. ഈ തത്വം തന്നെയാണ്. അപ്പം ഈച്ചന്റെ ഹദീസ് ഈച്ച വീണാൽ അതിനെ മുക്കിയിട്ട് കുടിക്കണം എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും ബുഖാരിലെ ഹദീസാണല്ലോ, ഇവർ ചായ കുടിക്കുമ്പം 4-5 ഈച്ചനെ ഞാനത് കൊണ്ടുപോയി ക്ലാസ്സിലിട്ടാൽ അത് മുക്കിയിട്ട് അവർ കുടിക്കുമോ? ഇല്ല. ഈ ഹദീസ് ഒരിക്കലും 60 ഹദീസ് ഞാൻ ദുർബലമാക്കി എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഈ ഹദീസ് ഒരിക്കലും